ഇന്ന് തെരഞ്ഞെടുപ്പ് വിധിയെഴുതുമ്പോൾ ഇന്ദിരയുടെ കൊച്ചുമകൻ ചരിത്രം തിരുത്തി കുറിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അവിടെ മനുസ്മൃതിയെ സ്ഥാപിക്കാനുള്ള RSSന്റെ അജണ്ടകളെ തച്ചുടയ്ക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ. ഇന്നലെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബ് ഞെട്ടലോടെയാണ് രാജ്യം. ഏതാണ്ട് 25 ലക്ഷത്തോളം വ്യാജ വോട്ടുകളാണ് ഹരിയാനയിൽ BJP ചെയ്തത്. ഇതിൽ ബ്രസീലിയൻ മോഡലിന്റെ അടക്കമുള്ള ഫോട്ടോ വെച്ചാണ് BJP വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയത്. 3 തരത്തിലാണ് ഹരിയാനയിൽ BJP കള്ള വോട്ടുകൾ ചെയ്തത്. അതിൽ ആദ്യത്തേത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ. അതിനായി 5,21,699 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ID ആണ് ഉണ്ടാക്കിയത്. രണ്ടാമത്തേത് കൃത്യമായി മേൽവിലാസമില്ലാത്ത വോട്ടുകൾ, അതായത് വെറും നമ്പറുകൾ മാത്രം വെച്ചുള്ള വോട്ടർ IDകൾ. ഇതിൽ പല വീടുകളും ഇല്ലായിരുന്നു. മറ്റൊന്ന് ബൾക്ക് വോട്ടുകൾ. ഒരു വീട്ടിൽ തന്നെ 140 വോട്ടുകൾ ഉള്ളവരും ഉണ്ടായിരുന്നതായി രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തതിന്റെ നേർക്കാഴ്ചകളാണ് ഇന്നലെ രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ തുറന്നിട്ടത്. എന്നാൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കാവില്ല. കാരണം ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ പിതാവിന്റെ മകനാണ് അദ്ദേഹം. ഇന്നലെ രാഹുൽ ഗാന്ധി കാണിച്ച ആർജവം തന്റെ രാജ്യത്തെ ജനാധിപത്യത്തിന് കാവൽ നിൽക്കുന്ന കുന്തക്കാരന്റെ സൂക്ഷ്മതയാണ്. തന്റെ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിമപ്പെടുന്നത് കണ്ടു നിൽക്കാനാവില്ല അയാൾക്ക്. ഇതാ ബീഹാറിലെ ജനങ്ങളും തിരിച്ചറിഞ്ഞെടുത്താണ് രാഹുലിന്റെ വിജയം. ഇന്ത്യയെ കണ്ടെത്തുന്നതായി അയാൾ രാജ്യം മുഴുവനും നടന്ന് തന്റെ ജനങ്ങളെ കേട്ടതും ഇന്ന് ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇനി ഇന്ത്യയിൽ ആര് വേണമെന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടിയാണത്. ബീഹാറിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിൽ തന്നെ എന്താണ് ബീഹാറിന്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാരിദ്ര്യത്തിലും വേദനകളിലും നട്ടം തിരിയുകയാണ് ബീഹാർ. പകലന്തിയോളം പണിയെടുത്താലും ദാരിദ്ര്യം കരിനിഴൽ പോലെ ഇപ്പോഴും അവിടുത്തെ ദളിതരുടെയും പാവങ്ങളുടെയും തലയ്ക്കു മുകളിൽ ഒരു പ്രേതം കണക്കെ തൂങ്ങിയാടുകയാണ്. അതിന് കാരണമായത് വാഗ്ദാനങ്ങൾ മാത്രം തരുന്ന BJPയുടെ സർക്കാരാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിക്കുന്നത് BJP ആണെന്നും തങ്ങൾ നിങ്ങളുടെ വേദനകൾക്ക് അറുതി വരുത്തുമെന്നും ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അധികാരത്തിലെത്തിയ ശേഷം അവരെ സങ്കടങ്ങളുടെ ദുരിതക്കയത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ ബീഹാറിലെ മനുഷ്യർ BJPയെ തള്ളിക്കളയുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ അദ്ദേഹത്തെ പൊതിയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ എത്രത്തോളമാണ് ബീഹാറിലെ ജനങ്ങൾ ചേർത്ത് പിടിക്കുന്നത് എന്ന്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടുന്ന വീഡിയോയാണ് വൈറലായിരിക്കുന്നത്. ബെഗുസരായിലെ ഒരു കുളത്തിലാണ് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം രാഹുൽ ഇറങ്ങിയത്. കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും ഇന്ത്യ സഖ്യത്തിലെ കക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവും മുൻ മന്ത്രിയുമായ മുകേഷ് സാഹ്നിയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. പതിവ് വേഷമായ വൈറ്റ് ടീഷർട്ടും കാർഗോ പാന്റും ധരിച്ച രാഹുൽ തോണിയിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയതോടെ കൂടി നിന്നവർ ആവേശത്തിലായി. രാഹുൽ ഗാന്ധി സിന്ദാബാദ് വിളികളോടെ അണികൾ ആവേശം പ്രകടിപ്പിച്ചു. രാഹുൽ തോണിയിൽ നിന്നും ചാടുന്നതിന്റെയും മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വീഡിയോ കോൺഗ്രസ് ഔദ്യോഗിക X അക്കൗണ്ടിലും രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലും പങ്കുവച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളുമായി അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്നും കോൺഗ്രസ് Xൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ബീഹാറിലെ അടിസ്ഥാന വർഗങ്ങളിൽപ്പെട്ടവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. പലപ്പോഴും ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള വരുമാനം ലഭിക്കാത്തവരാണ് അവർ. ഇവരോടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചതും അവരുടെ പ്രശ്നങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതും. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിക്കാനും രാഹുൽ ഗാന്ധി മറന്നില്ല. ബെഗുസരായിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ മോദി വോട്ടിനു വേണ്ടി നാടകം കളിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദിയുടെ യോഗയും നൃത്തവുമെല്ലാം അദാനിക്കും അംബാനിക്കും വേണ്ടിയാണെന്നും GST
നോട്ട് നിരോധനം തുടങ്ങി മോദി സർക്കാരിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും ചെറുകിട വ്യവസായങ്ങളെ നശിപ്പിക്കാനും വൻകിട വ്യവസായങ്ങൾക്ക് പ്രയോജനം ചെയ്യാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. സത്യത്തിൽ ഇത്തരം GST നയങ്ങൾ ഏറ്റവും കൂടുതൽ ആഘാതമേൽപ്പിച്ച സംസ്ഥാനമായിരുന്നു ബീഹാർ. ഇതിന്റെ അലയൊലികൾ ഇപ്പോഴും ബീഹാറിൽ അവസാനിച്ചിട്ടില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ടാണ് മോദിയും അമിത്ഷായും അടക്കമുള്ളവർ ബീഹാറിൽ തങ്ങി തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അധ്യക്ഷൻ JP നദ്ദ എന്നിവരും സ്ഥലത്തുണ്ട്. ഇതിനിടെ NDAയും മഹാസഖ്യവും തമ്മിൽ രൂക്ഷമായ വാക്പോരും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. RJDക്കും കോൺഗ്രസിനുമിടയിൽ ശത്രുതയെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശമൊക്കെ ചർച്ചയാക്കാൻ NDA ശ്രമിച്ചെങ്കിലും ഒന്നും വിലപ്പോയില്ല. ഈ മാസം 18-ന് മഹാസഖ്യത്തിന്റെ സർക്കാർ അധികാരമേൽക്കുമെന്നായിരുന്നു തേജസ്വി യാദവിന്റെ തിരിച്ചടി. 121 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. 122 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 18-നാണ് തെരഞ്ഞെടുപ്പ്. എന്തായാലും ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ബീഹാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിന്റെ പ്രതിഫലനം തീർച്ചയായും ഉണ്ടാകും.